അങ്ങനെ LDF 3.0 നല്ല വെടിപ്പോടെ അവതരിപ്പിച്ചു ഡോക്ടർ പി സരിൻ. അത് എടുത്തു പറഞ്ഞില്ലെങ്കിൽ സ്വല്പം പ്രശ്നമാണ്. ഇനി സഖാവിന് ആ പണിയല്ലേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് ഇടാൻ പോണൂന്നാ പറഞ്ഞു കേട്ടത്. അതിന്റെ മുന്നോടിയായുള്ള പരസ്യമായിരുന്നു സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് 1 മാസത്തോളം നടത്തിയതേ. അലറി സൗണ്ട് ഒക്കെ പോയായിരുന്നല്ലോ. സ്വയ ചികിത്സയ്ക്ക് ശേഷം ക്ലിനിക്കിലേക്ക് തന്നെ തിരിയാനായിരിക്കും തീരുമാനം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഒരു റൗണ്ടിൽ പോലും UDF ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും. UDF മുന്നിലെന്ന് ഒരിക്കൽ പോലും ബ്രേക്കിംഗ് കാണിക്കേണ്ടി വന്നില്ലല്ലോ അല്ലേ സരിൻ സഖാവേ? എന്താ സഖാവേ, വാക്കുകളൊക്കെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? LDF 3.0 അവതരിപ്പിക്കേണ്ടത് എന്നുള്ള വലിയ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമാവാനാണ് ഞാൻ പോകുന്നത്. തന്നിൽ അർപ്പിച്ച രാഷ്ട്രീയ ദൗത്യം വളരെ അന്തസ്സോടെ തന്നെ നിറവേറ്റി. മുടുക്കനാ 2 വട്ടം. 2ാം സ്ഥാനമെങ്കിലും കിട്ടേണ്ടിയിരുന്ന CPIM-നെ ഒരു ഉളുപ്പില്ലാതെ ചെന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. കൃതാർത്ഥരായി കാണും ഇടതുമുന്നണിക്കാർ. 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാൻ അതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഇനി വിശ്വസിക്കാലോ അല്ലേ? സ്ഥിരബോധമൊക്കെ നശിക്കാന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ആയപ്പോഴേക്കും വിളിച്ചു കൂവിയത് എന്തൊക്കെയായിരുന്നു എന്ന് വല്ല വെളിവും ഉണ്ടോ ഡോക്ടർ പി സരിൻ സഖാവേ? ഞാനത് മറന്നു. മറുകണ്ഠം ചാട്ടവും അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ചുള്ള സുഖിപ്പിക്കലും ഒന്നും രാഷ്ട്രീയത്തിൽ ആദ്യമല്ല. എന്നാൽ മറുകണ്ഠം ചാടി വന്നവനെ രക്തഹാരത്തിനൊപ്പം സ്ഥാനാർത്ഥിത്വവും നൽകി സ്വീകരിച്ചത് ആദ്യമായിരിക്കണം. അതുകൊണ്ടുള്ള സകല അഹങ്കാര വർത്താനവും സരിനുണ്ടായിരുന്നു. മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇപ്പൊ തോറ്റു തുന്നം പാടിയിരിക്കുമ്പോ UDF കൂവിളിയായിട്ട് വരുമായിരുന്നോ? പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. തനി ഇടതുകാരൻ എങ്ങനെ ഇത്ര നാൾ കോൺഗ്രസിനൊപ്പം പിടിച്ചു നിന്നോ എന്തോ. ആദ്യം MBBS പഠിച്ച ഡോക്ടറായി, പിന്നെ അത് ഉപേക്ഷിച്ച് സിവിൽ സർവീസിലെത്തി. അതിനിടയിൽ നിയമവും പഠിച്ചു തുടങ്ങി. പിന്നീട് അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിന്റെ വഴിയിലെത്തി. എന്നിട്ടോ കോൺഗ്രസിൽ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ഹെഡായും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാവും ഒക്കെയായി മാറിയ സരിൻ ഒറ്റ ദിവസം കൊണ്ടാണ് CPIM-ന്റെ കൊടക്കീഴിൽ എത്തിയത്. രാഹുൽ ഒരു തരത്തിലും ലീഡ് നില പോലും എത്തില്ലെന്ന് നിരന്തരം പ്രസംഗിച്ച സരിന്റെ ആത്മവിശ്വാസം കണ്ട് കോൺഗ്രസുകാർ പോലും ഒരല്പം അങ്കലാപ്പിലായിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. ഒരു ഡാറ്റയുടെയും അടിസ്ഥാനത്തിലല്ല, വെറും പൊള്ളയായ വാക്കുകൾ മാത്രമായിരുന്നുവെന്ന് ഇപ്പോഴല്ലേ വ്യക്തമാകുന്നത്. എന്നാലോ മര്യാദയ്ക്കായിരുന്നേ ആ ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ചുകൂടായിരുന്നോ പ്രിയപ്പെട്ട സരിൻ ഡോക്ടറെ? അതെങ്ങനാ? അപ്പൊ പാലക്കാട് തന്നെ നിൽക്കണം, പാലക്കാട് തന്നെ മത്സരിക്കണം, പാലക്കാട് തന്നെ ജയിക്കണം. എന്തെല്ലാം മോഹങ്ങളായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീലപ്പെട്ടി തേടിയുള്ള യാത്രയും കല്യാണ വീട്ടിലെ സൗന്ദര്യപ്പിണക്കവും അതിനുശേഷം വിവാദങ്ങൾ തേടിയുള്ള സരിന്റെ തിരക്ക് പിടിച്ച യാത്രയിൽ രാഷ്ട്രീയം പറയാൻ മാത്രം സരി മറന്നുപോയി. പിന്നെ കേരളത്തിലെ ഈ വിധി എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. കൂട്ടിയ കണക്കുകൾ തെറ്റിപ്പോയെങ്കിൽ അത് CPM-ന്റെയും ഗോവിന്ദൻ മാഷുടെയും മാത്രമാണ്. ജയിക്കാൻ എന്തും ചെയ്യാമെന്ന വടകരയിലേതുപോലുള്ള തറ രാഷ്ട്രീയം പാലക്കാടും എടുത്തെങ്കിലും കാര്യമുണ്ടായില്ലെന്ന് മാത്രം. ഇതിൽ പിന്നെ ഇടതുമുന്നണിയെ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. മണ്ടത്തരം എല്ലാ രാഷ്ട്രീയക്കാരുടെയും സിമ്പൽ ആണെങ്കിലും എടുത്തു ചാടി മണ്ടത്തരം കാട്ടുന്ന ഇടതുമുന്നണിയെ കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. സരിനെ കൊണ്ട് CPIM-നുണ്ടായ ഉപകാരം 860 വോട്ടും കുറച്ച് ചീത്തപ്പേരും കൂടി കൂടുതൽ ലഭിച്ചു എന്നത് മാത്രമായിരുന്നു. ഈ 860 വോട്ടിന് വേണ്ടിയായിരുന്നോ ഇക്കണ്ട കോലാഹലമൊക്കെ നടന്നത്? ഇനിയിപ്പോ എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം? ഡോക്ടർ സരിൻ പവനായി, അത്രയേ ഉള്ളൂ.